ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അല്ലൂസ് ആദ്യമേ അംഗൻവാടി പോകുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ ചെന്ന് വിളിച്ചപ്പോൾ ചാടി എണീറ്റു, പിന്നെ വീണ്ടും പോയി കിടന്നു. അംഗൻവാടി പോകുന്ന കാര്യം പറഞ്ഞപ്പം ഒന്നുകൂടി പോയി കിടന്നതാണ് ആശ. പിന്നെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്, പിന്നെ ആലോചിച്ചു, പിന്നെ വീണ്ടും ഉറങ്ങുന്ന പോലെ അഭിനയമൊക്കെ നടക്കുവാണ്. പിന്നെ വീണ്ടും ചിന്തിക്കുക പോകണോ വേണ്ടതെന്ന്. പിന്നെ ചാടി എണീറ്റു, പിന്നെ വീണ്ടും ആലോചിക്കുകയാണ്. ഇരുന്ന് ആലോചിച്ചു, അവസാനം കിടന്ന് ആലോചിച്ചു, പിന്നെ താടിക്ക് കൈ കൊടുത്ത് ആലോചിക്കുകയാണ് പോകണോ വേണ്ടതെന്ന്. അപ്പോഴാണ് ചുണ്ടിൽ എന്തോ ഉറുമ്പ് കടിച്ചത് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ പോകാമെന്നൊക്കെ തീരുമാനിച്ച് എണീറ്റ് വരിക. രാവിലെ എണീറ്റപ്പോൾ പറഞ്ഞ് അംഗൻവാടി പോകാമെന്ന്. ചുണ്ടിൽ ഉറുമ്പ് കടിച്ചു, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ പല്ല് തേക്കാനുള്ളൊരു ബഹളമാണ്. അവന് സ്വന്തമായിട്ട് പല്ല് തേക്കണം, പിന്നെ പിടിച്ച് വെച്ചാണ് തേച്ച് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് കുളിക്കാൻ പോയി. കുളിക്കാനൊരു യുദ്ധമാണ്. അവന് വെള്ളത്തിൽ കളിക്കണം, വെള്ളത്തിൽ നിന്ന് കയറുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ രാവിലെ കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ ഇപ്പോൾ അംഗൻവാടി പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇനിയിപ്പോൾ കാപ്പി കൊടുക്കും. ഇഡലിയാണ് കഴിക്കുന്നത്. രാവിലെ ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അംഗൻവാടി പോകാനുള്ളതിൽ ഇഡലി കഴിക്കുവാണ്. അംഗൻവാടി കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നത്. പിന്നെ അച്ഛൻ ഒരുക്കുക, ക്രീമൊക്കെ ഇട്ട് ജീൻസ് പാൻറ് ഇടത്തുള്ളൂ, അതാണ് ഇഷ്ടം അവന്. പിന്നെ അച്ഛനും മോനും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് കാണുന്നത്. സ്വന്തമായിട്ട് ഒരുങ്ങുക. പിന്നെ പാൻറ്റും ഷർട്ടാണ് ഇഷ്ടം ഇടാൻ. പറയും ഏത് ഷർട്ട് ഇടണമെന്നൊക്കെ, അത് തന്നെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഒരു ബഹളമാണ്. പിന്നെ എവിടെയെങ്കിലും പോകാറിറങ്ങുമ്പോൾ അവൻ പറയുന്നത് ഇട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമാണ്. അവൻ്റെ ഇഷ്ടത്തിനാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഷർട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് പിന്നെ അമ്മാമ്മേരെ എന്ന അനുഗ്രഹമൊക്കെ വാങ്ങിക്കണം. പിന്നെ അച്ചാച്ചൻ്റെ അനുഗ്രഹം വാങ്ങുന്നു. എൻ്റെ ഇത് നോക്കുക എങ്ങോട്ട് ഓടണമെന്ന്. പിന്നെ ഞങ്ങളിത് അംഗൻവാടിയിലോട്ട് പോവുകയാണ്. അടുത്താണ്, ഇച്ചിരി പോകണം. പിന്നെ ബൈക്കിലാണ് നമ്മൾ പോയത്. പിന്നെ അടുത്ത് അവിടെ ചെന്നിട്ട് നടന്ന് പോവാണ് വാവ. ഇച്ചിരി ദൂരം വാവ നടന്ന്. പിന്നെ ചെളിയൊക്കെ ആയപ്പം ആശാനെ എടുക്കാൻ പറഞ്ഞു. ആദ്യം വലിയ കാര്യത്തിൽ നടന്നു പോയി, ചെടിയൊന്നും ചവിട്ടത്തില്ല. പിന്നെ ഇതാണ് അല്ലൂസിൻ്റെ അംഗൻവാടി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പുറത്ത് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ഊഞ്ഞാലുണ്ട്. അപ്പം ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി ഉത്സാഹമൊന്നും ഇല്ലായിരുന്നു. അംഗൻവാടിയുടെ ഗേറ്റ് കടന്നപ്പം ഒരു ടീച്ചർ നിൽക്കുന്നു, പിന്നെ ഒരു കുട്ടിയുണ്ട്, ഹെയ്സൽ എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ. ഒരു വിരുത്തി കയറത്തില്ല, തൂക്കിയെടുത്താണ് അകത്തോട്ട് കയറ്റിയത്. എന്നിട്ടും ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇവിടുന്ന് പോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്ന് നന്നായി കളിക്കുമെന്ന്. പക്ഷേ ആദ്യമൊക്കെ ഇച്ചിരി പിണക്കമൊക്കെ ആയിരുന്നു, പുതിയ സ്ഥലവും പുതിയ ആളുകളൊക്കെ ആയപ്പോൾ. എങ്കിലും കുഴപ്പമില്ല, കയറിയൊക്കെ പോയി. ഞങ്ങളും കൂടി നിന്നുകൊണ്ട് കയറി വന്നു. പിന്നെ ടീച്ചർ അകത്തോട്ട് കൊണ്ടുപോയി, ഞങ്ങളും കൂടെ പോയി. ഇല്ലെങ്കിൽ ഇന്ന് അവിടെ നിലവിളി നടത്തും. കാരണം കൂടുതൽ കുട്ടികളായിട്ട് കളിക്കാനൊന്നും അങ്ങനെ പോയിട്ടില്ല. പുതിയ സ്ഥലവും പിള്ളേരൊക്കെ കണ്ടപ്പം ഒരു അത്ഭുതം പോലെ തോന്നി അവന്. പിന്നെ അവൻ്റെ അതേപോലത്തെ കാറിൻ്റെ ഒരു ചുവന്ന കളർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ കാറിലൊക്കെ കളിച്ച് അവനത് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.